പ്രിയ സുഹൃത്തുക്കളെ, +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. അല്ലാതെ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളതാണ്. +1 മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ജൂലൈ 2 മുതൽ, അതായത് ഇന്ന് മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയുടെ അവസാന തീയതി ജൂലൈ 4 വൈകുന്നേരം 4 മണി വരെയാണ്. ലാസ്റ്റ് ദിവസം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. സൈറ്റിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്കൂളിൽ ഏതെല്ലാം സ്കൂളിൽ നമുക്ക് വേക്കൻസി ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നമുക്ക് അതുപോലെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ ജില്ലയിലെയും ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷയിൽ പിഴവുകൾ തിരുത്തി വേണം അപേക്ഷ സമർപ്പിക്കാൻ. മെറിറ്റ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനോടൊപ്പം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയും ക്ഷണിക്കുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കൂടുതൽ ഡീറ്റെയിൽസുള്ള വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷവും എല്ലാ അപേക്ഷകരും അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും അതുപോലെ ഓപ്ഷനുകൾ ഉൾപ്പെടെ അപേക്ഷയിൽ ലോഗിൻ വിവരങ്ങൾ ഒഴികെയുള്ള ഏത് വിവരവും തിരുത്തുന്നതിന് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവരും, അതായത് നോൺ ജോയിനിങ് ആയവർ, പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും ക്വാട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ്, അതായത് TC വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല. സൈറ്റിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്കൂളിൽ ഏതെല്ലാം സ്കൂളിൽ നമുക്ക് വേക്കൻസി ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നമുക്ക് അതുപോലെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ ജില്ലയിലെയും ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.